தாகம் உன்னோடு நான் கண்டு கொண்டேன் ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் என்னோடு நான் கண்டு கொண்டேன் என்னை மறந்து விட்டே இந்த உலகத்தில் நான் இல்லை உன்னை எழுந்து விட்டால் இந்த மலரிலும் தேனில்லை இது கனவா இல்லை நினைவா என்னைக்கில்லை உன்னை தெளிந்து உன்னை பார்த்தெந்து தான் மொழி மறந்து கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களை பறித்து கொண்டுவேன் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைப்பாயும் சிறு பேதை நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்களிடம் மாறும் ஏனோ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗായിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. ക്ലീനിങ്ങും പിന്നെ യജുവിനെ സ്കൂൾക്ക് പറഞ്ഞയക്കലും അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരമുള്ള ചെറിയ ചെറിയ വീഡിയോസ് കുറച്ച് ക്ലിപ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാടി എഡിറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് തന്നെ ഒരു ചടപ്പ് തോന്നുന്നുണ്ടോ, ഇങ്ങനെ ദിവസം തന്നെയല്ലേ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിയതാട്ടോ. അത് ബോറായിട്ട് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ഒഴിവാക്കും, അഥവാ ഇനി പാടാതിരിക്കാൻ ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ഞാനങ്ങനെ ചുമ്മാ പാടിയതാണ്. ഇപ്പോൾ എൻ്റെ ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പാട്ടിടും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഉള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ കേട്ടോ. എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പാട്ട് കേൾക്കൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും കേട്ടോ. എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിക്കേറെ ദേഷ്യമുള്ള കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ. സത്യത്തിൽ അതിന് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കലൊക്കെ നല്ല റിസ്ക് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറയണതിന് കുഴപ്പമില്ല. അതിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ദിവസം വീഡിയോസ് എടുക്കണു അപ്പോൾ അങ്ങനെ വോയിസ് ഓവർ പിന്നെ നമ്മളെ വീട്ടിലുള്ള ജോലിയും ഒരു ചേഞ്ച് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ എനിക്ക് തന്നെ ചടപ്പ് തോന്നിയത്. സാധാരണ ഒരു വ്ളോഗിലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ വോയിസ് ഓവറിൽ പാട്ട് കൊടുക്കുന്നത് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പറ്റൂല, അതിങ്ങനെ ബോറാണ് തോന്നിക്കഴിഞ്ഞാൽ ഞാനപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യൂല. അല്ലാത്ത പക്ഷെ എനിക്കിങ്ങനെ സംസാരിച്ചത് പറഞ്ഞാലേ പിന്നെ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ്. വീട്ടിലുള്ള ഈ ദിവസം തന്നെയല്ലേ. അപ്പോൾ ആർക്കാണെങ്കിലും ഒരു മടുപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ താല്പര്യമില്ല അറിയണത്. വ്യത്യസ്ത തരം വീഡിയോസും കാര്യങ്ങളാണ് എടുക്കാൻ പറ്റണതെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണതിന് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ രാവിലെ തൊട്ട് ഇസുവിനൊക്കെ പറഞ്ഞയച്ച് പിന്നെ ഉച്ചക്ക് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഇസു വന്നപ്പോൾ രണ്ടാൾക്കും ചോറ് കൊടുക്കട്ടോ. ഞാൻ 4 മണിക്ക് ഇസുവിൻ്റെ ലഞ്ചിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കളിച്ചാൻ പോകാൻ വേണ്ടി നിൽക്കട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടാൾക്കും ചോറ് കൊടുത്തു. നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ എപ്പോഴാണ് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് കേട്ടോ. പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വരുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അപ്പ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പ അവിടെ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും എനിക്ക് ഇല്ലെങ്കിൽ ഉമ്മാക്കാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും അതൊരു സങ്കടം കേട്ടോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് കൊടുന്ന് തരണം. അപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ട് എൻ്റെ അപ്പ വന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെല്ലിക്ക, പിന്നെ പഴം, പിന്നെ പിന്നെ ഓറഞ്ച്, പിന്നെ ഇതിൽ ബോട്ടി ആയിട്ടുള്ളത്, പിന്നെ നെയ്മീൻ ഇങ്ങനെ കറിയാക്കിയിട്ട് നല്ല ടേസ്റ്റിൽ ഇപ്പോൾ വെക്കും കേട്ടോ. ബോട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുപ്പം മുതലേ ഇപ്പം ഞങ്ങൾക്ക് എനിക്ക് ശീലമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബോട്ടിയും തലച്ചോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അൽഹംദുലില്ലാ എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ട് എപ്പോഴും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഒപ്പം പറയും എനിക്ക് കൊടുന്നു തരണം എന്താണെന്നുള്ളത് പറയാം. ഇപ്പം അമ്മയാണെങ്കിലും പറയും. അപ്പം ഞാൻ പറയലാണ് വേണ്ട നിങ്ങൾ തിന്നോളി എന്നുള്ളത് പറയില്ല കേട്ടോ.
അങ്ങനെ ആകുമ്പോൾ ഓൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. എപ്പോഴാണെങ്കിലും ഞാൻ കൊണ്ടുണ്ടാന്ന് പറിച്ചില്ല കേട്ടോ. പിന്നെ ഇപ്പം അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു, ബോട്ടിയും മീനും. അപ്പോൾ അതൊക്കെ ഒരുമിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിക്കാണ്. ഇപ്പോൾ വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെ കേട്ടോ. എനിക്ക് സത്യത്തിൽ സങ്കടമായി, എനിക്കിതൊക്കെ പാടെ കൊടുന്ന് തരുന്നത് കണ്ട സമയത്ത്. അതേപോലെ തന്നെ കേട്ടോ എനിക്കും ഞങ്ങൾക്ക് കറുത്ത മുന്തിരി ഭയങ്കര ഇഷ്ടം കേട്ടോ. ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ഇപ്പോൾ കുറച്ച് മുന്നായിട്ട് ഇതേപോലെ കിട്ടാതായിരുന്നു. ഞങ്ങൾ ഈ പരിസരത്ത് കൂടെ ഒന്നും കറുപ്പ് മുന്തിരി കിട്ടിയിരുന്നില്ല, സാധാ മുന്തിരിയാണ് കിട്ടിയിരുന്നത്. അപ്പം ഞാൻ മേടിച്ചല്ലോ കേട്ടോ. കറുപ്പ് മുന്തിരി ആ കുരുല്ലാത്ത സൈസ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നോക്കിയിട്ടും ഇപ്പോൾ കൊടുക്കുന്നു. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഹെസമോൾക്ക് കൊടുക്കുക കേട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇസുവാണെന്നുണ്ടെങ്കിൽ കളിച്ചാണ്, അവന് വരുന്നില്ലായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ ബൈ.